ഇതാണ് കേരളത്തിൻ്റെ യഥാർത്ഥ പ്രതിപക്ഷ നേതാവ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ അല്പസമയം മുമ്പ് ആ വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാവും. CMRL എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കൊഴിഞ്ഞാടൻ MLA നൽകിയ ആ ഹർജി സുപ്രീം കോടതി നിരസിച്ചു. ചീഫ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ ബെഞ്ചാണ് ഇപ്രകാരം ഒരു വിധി പ്രസ്താവിച്ചത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ ആഘോഷം ആരംഭിച്ചിട്ടുണ്ട്. മാത്യു കൊഴിഞ്ഞാടന് കനത്ത തിരിച്ചടി എന്നും പറഞ്ഞ്. നിങ്ങൾ തന്നെ ആലോചിക്കുക, അത് എങ്ങനെ കനത്ത തിരിച്ചടിയാകും? കേരളത്തിലൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ സ്വരം കേട്ടത് മാത്യു കൊഴിഞ്ഞാടൻ MLAയിലൂടെയാണ്. ഇവിടെ ഒരു ഭരണപക്ഷമുണ്ടോ എന്ന് കഴിഞ്ഞ 4.5 കൊല്ലം ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ടോ എന്ന് പലപ്പോഴും ജനങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു സ്വരം നമുക്ക് ശ്രദ്ധിക്കാനായത് മാത്യു കൊഴിഞ്ഞാടൻ MLAയിലൂടെയാണ്. കാരണം ഈ CMRL എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ പുറത്തുവിട്ട വളരെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അപ്രകാരം ഒരു ആരോപണം ഉന്നയിച്ചത്. അദ്ദേഹം ചുമ്മാ ഈ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ എവിടെയെങ്കിലും കേട്ടത് പറഞ്ഞല്ല. കൃത്യമായും 1,71,00,000 രൂപ വീണ വിജയന് നൽകിയിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട് എന്ന വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അപ്രകാരം അദ്ദേഹം ഒരു നിയമ പോരാട്ടത്തിന് ഇറങ്ങിയത്. ഇപ്പോഴും അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന, നമുക്ക് എന്തൊക്കെ വിധി വന്നെന്ന് പറഞ്ഞാലും നമുക്ക് ചോദിക്കാവുന്ന ഒരേ ഒരു ചോദ്യം, ഇന്ന് വരെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. മുഖ്യമന്ത്രി പിണറായി വിജയനോ വീണ വിജയനോ ഇതുവരെ ഇത് നിഷേധിച്ചിട്ടുണ്ടോ? ഇതിനെ നിഷേധിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. സാധാരണഗതിയിൽ പിണറായി വിജയൻ ഇപ്രകാരം ഒരു ആരോപണം വന്നാൽ അദ്ദേഹം കൃത്യമായിട്ട് അതിനെ കമൻറ്റ് പറയും, അല്ലെങ്കിൽ അതിനെ നിഷേധിക്കും. എന്നാൽ ഈ വിഷയത്തിൽ നാളെ ഇതുവരെ അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. ഒരേ ഒരു ചോദ്യമാണ്, ഒരേ ഒരു ഉത്തരമാണ് നമുക്ക് കിട്ടേണ്ടുന്നത്. ഈ CMRL എക്സാലോജിക് വിഷയത്തിൽ ഈ 1,71,00,000 രൂപ ഈ എക്സാലോജിക് എന്ന ഈ കമ്പനിയിലേക്ക്, ഈ ഷെൽ കമ്പനിയിലേക്ക് എന്തിനു മേടിച്ചു? എന്ത് സേവനമാണ് നിങ്ങൾ നൽകിയത് എന്ന് ഈ പൊതുസമൂഹത്തോട് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ ഈ ചോദ്യം ഇവിടെ അവസാനിപ്പിക്കും. കേരളത്തിന് ഇപ്പോഴും ലഭിക്കേണ്ടുന്ന, കേരളത്തിൽ ഇപ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഴങ്ങുന്ന ചോദ്യം ഇതാണ്. പിണറായി വിജയന്റെ മകൾ വീണയുടെ അക്കൗണ്ടിലേക്ക് CMRL കമ്പനി 1,71,00,000 രൂപ എന്ത് സേവനം നൽകിയതിനാണ് നൽകിയത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനോ മകൾ വീണ വിജയനോ ഒരു വാക്ക് പറഞ്ഞാൽ ഈ വിഷയം അവിടെ തീരും. ഇന്നുവരെ ജനങ്ങൾക്ക് കൺവിൻസിംഗ് ആകുന്ന രീതിയിൽ ഒരു മറുപടി പോലും ഈ വിഷയത്തിൽ നമുക്ക് ലഭിച്ചിട്ടില്ല. അതുമാത്രമല്ല, SFIO ചാർജ് ഷീറ്റും കൊടുത്തൊരു കേസാണിത്. പ്രാഥമിക അന്വേഷണങ്ങൾ നടത്തി അതിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിയാണ് SFIO ചാർജ് ഷീറ്റ് നൽകിയിരിക്കുന്നത്. ഈ വിഷയം അങ്ങനെ തള്ളിക്കളഞ്ഞിട്ടില്ല. എന്നാൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് അദ്ദേഹം തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിച്ചു. നമുക്കറിയാം, നമ്മുടെ നിലവിലെ ഭരണകൂടമാണ്, ആ സാഹചര്യമൊക്കെ അറിയാം. അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു, സുപ്രീം കോടതിയെ സമീപിച്ചു. അന്നേരം വിജിലൻസ് അന്വേഷണം, മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഉൾപ്പെടുന്ന 7 പേർക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടാണ് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇതിനെ ഒരു പൊളിറ്റിക്കൽ ഒരു മാനിപ്പുലേഷൻ, ഇതിനെ ഒരു പൊളിറ്റിക്കൽ മുതലെടുപ്പിനാണ് എന്ന തലത്തിൽ ഒരു മാനിപ്പുലേഷൻ നടത്തിയത് കൊണ്ട് മാത്രമാണ് സുപ്രീം കോടതിക്ക് ഒരു പക്ഷേ ഇതിനെ ചില സാങ്കേതികപരമായ ചില കാരണങ്ങളാൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായത് കൊണ്ടാവണം ഇപ്രകാരം ഒരു വിജിലൻസ് അന്വേഷണത്തിന് എൻ്റർടൈൻ ചെയ്യുവാൻ സുപ്രീം കോടതി മുതിരാതിരുന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഇന്നും ഈ മാത്യു കൊഴിഞ്ഞാടനോടൊപ്പമാണ്. ഈ വിഷയം ശരിക്കും പൊതുസമൂഹം ചർച്ച ചെയ്തതും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നതും ഈ മനുഷ്യൻ്റെ ഒരേ ഒരു ഒറ്റയാൾ പോരാട്ടം കൊണ്ടാണ്. നിങ്ങൾ നോക്കുക, ഈ പാർട്ടിയുടെ അടിത്തറ ഇളക്കാവുന്ന ഒരു രാജിയിലേക്ക് വരെ നയിക്കാമായിരുന്ന ഇപ്രകാരം ഒരു ആരോപണം ഉമ്മൻചാണ്ടിയുടെ പേർക്ക്, ഈ നാണം കെട്ട VD സതീശൻ, നിങ്ങൾ ഓർക്കുക, അഴിമതിയുടെ നിഴലിൽ മുങ്ങിക്കുളിച്ച് നടക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞ് KPCCയുടെ ഉപാധ്യക്ഷനായിരുന്ന ഇയാളാണ് അന്ന് ഏറ്റവും കൂടുതൽ ബഹളമുണ്ടാക്കിയത്, ഉമ്മൻചാണ്ടി സർക്കാരിനെ ഏറ്റവും പ്രതിസന്ധിയിലാക്കിയത്.
ഈ നാണംകെട്ട ഈ കേക്കച്ചൻ ഇത്രയും ഗുരുതരമായ ഡോക്യുമെന്റൽ എവിഡൻസ് ഉള്ള ഈ ഒരു വിഷയം വന്നപ്പോൾ അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല. അങ്ങനെ ഇയാൾ മിണ്ടാതിരുന്ന് പിണറായി വിജയന് സ്തുതി പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ സ്വരം നമ്മൾ മാത്യു കുഴൽനാടൻ MLA ഒരു അഭിഭാഷകൻ കൂടിയായ കൃത്യമായ നിയമ പ്രാവീണ്യമുള്ള അദ്ദേഹം ഇതിനെക്കുറിച്ച് വെൽ സ്റ്റഡീഡായി മാധ്യമങ്ങളുടെ മുന്നിൽ എത്ര മെറ്റിക്കുലസ് ആയിട്ടാണ് അദ്ദേഹം എത്ര കൺവിൻസിംഗ് ആയിട്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത്, ജനങ്ങളെ പ്രതിപാദിച്ചത്, എഡ്യൂക്കേറ്റ് ചെയ്തത്. അങ്ങനെ സാധാരണക്കാരനായ ആളുകൾക്ക് പോലും ഈ എക്സാലോജിക് CMRL ഈ കൊള്ള എന്താണ്, അത് 1,71,00,000 രൂപ മുഖ്യമന്ത്രിയുടെ മകളുടെ ഈ ഷെൽ കമ്പനിയിലേക്ക് പോയി അതെന്ത് സർവീസിനാണ് എന്ന് എല്ലാവരും ചോദിക്കുന്നു. അത്രയും കൺവിൻസിംഗ് ആയിരുന്ന രീതിയിൽ ഈ വിഷയം കേരള സമൂഹത്ത് ചർച്ച ചെയ്തത് ഈ മാത്യു കുഴൽനാടൻ MLA എന്ന ഒരു വ്യക്തിയുടെ എഫേർട്ട് കൊണ്ടാണ്. അദ്ദേഹം ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒറ്റപ്പെടുത്തിയതുപോലെ അദ്ദേഹത്തെയും ഒറ്റപ്പെടുത്തി കളഞ്ഞു. പ്രതിപക്ഷ നേതാവിൻ്റെ ഇദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ റോളിലേക്ക് വന്നു കണ്ടു കഴിഞ്ഞപ്പോൾ ഈ നാണംകെട്ട കേക്കച്ചനത് സഹിച്ചില്ല. കേക്ക് നക്കിയ ഞാനിവിടെ ഇരിക്കുമ്പോൾ വേറൊരു പ്രതിപക്ഷ നേതാവ് ഇവിടെ ആവശ്യമില്ല എന്ന തരത്തിൽ ഇദ്ദേഹം അവരെ പോലും അടിച്ചൊതുക്കി എന്നാണ് നമുക്കറിയുവാൻ സാധിക്കുന്നത്. ഞാനുള്ളപ്പം ഞാൻ മതി, ഇവിടെ വേറൊരുത്തനും സംസാരിക്കേണ്ട, എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ. അങ്ങനെ നമുക്കറിയാം മാസങ്ങളായി മാത്യു കുഴൽനാടനെ പോലെയുള്ളവരുടെ ശബ്ദം നമുക്ക് കേൾക്കുവാനില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ശബ്ദം കേരള ജനത ശ്രവിച്ചിരുന്നത് മാത്യു കുഴൽനാടനിലൂടെയായിരുന്നു. ഇന്നിപ്പോൾ ഇതിനെ ചിലപ്പോൾ ഈ കേക്കച്ചനും സംഘവും ആഘോഷിച്ചേക്കാം. കിട്ടിയല്ലോ, നമുക്ക് അന്നേ ഇതറിയായിരുന്നു, ഇത് പണി കിട്ടുമെന്ന്, ഇപ്പം തൃപ്തിയായല്ലോ എന്ന് ഇയാൾ ചോദിക്കും. പക്ഷേ കേരള സമൂഹം ഇപ്പോഴും ചോദിക്കുന്നു, പിണറായി വിജയ, നിങ്ങളുടെ മകളുടെ അക്കൗണ്ടിലേക്ക് പോയ 1,71,00,000 രൂപ നിങ്ങൾ എന്ത് സേവനത്തിനാണ് നൽകിയത് എന്ന്. ജനങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. കരിമണൽ കർത്തയുടെ ഡയറിയിൽ കളങ്കെതിരെ ഈ പണം കൈപ്പറ്റിയവരുടെ പേരിൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് മേടിച്ച ഒരു കള്ളനുണ്ട്. ഈ VD സതീശൻ എന്ന് പറയുന്ന നാണം കെട്ടവനാണ്, വലിയ കോടികളാണ് വാങ്ങിയിരിക്കുന്നത്. പക്ഷെ അവൻ നിഷേധിച്ചില്ല കേട്ടോ. ചോദിച്ചത് ഓർമ്മയുണ്ടല്ലോ, ഞങ്ങളുടെയൊക്കെ കുടുംബത്തിലെ നാളികേരം വിട്ട കാശ് കൊണ്ട് പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണോ എന്ന്. അങ്ങനെ കളങ്കിതനായ കരിമണൽ കർത്തയുടെ അടക്കം മേടിച്ച് കാശ് ഞണ്ണിയ ഈ നാണം കെട്ടവൻ എങ്ങനെ മാത്യു കുഴൽനാടനെ പോലെയുള്ളവരെ സഹായിക്കും, സപ്പോർട്ട് ചെയ്യും, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ എൻകറേജ് ചെയ്യും? ഈ ഒരു വിഷയം വന്നപ്പോൾ അന്ന് ഉമ്മൻചാണ്ടി ഒരു നാറിയ വിഷയം വന്നപ്പോൾ സെക്രട്ടേറിയറ്റ് വളഞ്ഞ് തൂറി നാറ്റിച്ച് എന്തൊക്കെ പ്രസംഗകുമാർ കാണിച്ചു. ഇതുപോലൊരു വലിയ വിഷയം വന്നപ്പോൾ, ശരിക്കും ഇതുപോലൊരു വിഷയം വന്നപ്പോൾ അത് അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി എടുത്തിരുന്നുവെങ്കിൽ, അത് ടേക്കപ്പ് ചെയ്തിരുന്നുവെങ്കിൽ, അതൊരു പൊതുജന പ്രക്ഷോഭമാക്കിയിരുന്നുവെങ്കിൽ ഈ ഇടത് സർക്കാരിൻ്റെ പതനം ഉറപ്പാക്കാമായിരുന്നു. ഇവർക്ക് രാജിയിലേക്ക് നയിപ്പിക്കുവാൻ വരെ പ്രാപ്തിയുള്ള ഒരു ഗ്രാവിറ്റിയുള്ള വിഷയമായിരുന്നു അത്. ഇന്നും അതെ. പക്ഷേ ഈ വിഷയത്തെ ഡൈല്യൂട്ട് ചെയ്ത് കളഞ്ഞു. ഈ വിഷയം ടേക്കപ്പ് ചെയ്ത മാത്യു കുഴൽനാടനെ ഒറ്റപ്പെടുത്തി കളഞ്ഞു. അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്ന അവസ്ഥയിലേക്കും ഇദ്ദേഹത്തെ ഒരു കളങ്കിതനായിട്ട് മുദ്ര കുത്തുകയും ചെയ്തു. രാഹുലിനെ പോലെ ഒതുക്കാൻ ലിസ്റ്റ് ഇട്ടേക്കുന്നവരുടെ മുൻപന്തിയിലുള്ള ഒരാളാണ് മാത്യു കുഴൽനാടൻ. കാരണം അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു റോള് ചില സമയങ്ങളിലും വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കും മൂർച്ചയുണ്ട്. കൃത്യമായ നിയമപരിജ്ഞാനമുള്ള, ബോധമുള്ള, വളരെ ഷാർപ്പായ, വളരെ ഇൻ്റലക്ച്വലായ ഒരു വ്യക്തിയാണ് മാത്യു കുഴൽനാടൻ. അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്കും ഇവന്മാർക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള മിടുക്കന്മാരെയൊന്നും കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ആവശ്യമില്ല. അങ്ങനെയുള്ളവർ പിണറായി വിജയൻ്റെ മൂന്നാം വരവിന് തിരിച്ചടിയാകുന്ന ഘടകങ്ങളാണെന്ന് മനസ്സിലാക്കിയാണ് കേക്കച്ചൻ തന്നെ ഇവരെയെല്ലാം പാർട്ടിയിൽ ഒതുക്കുവാൻ ശ്രമിക്കുന്നത്. എത്ര പേർ ഉള്ളുകൊണ്ടെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ലഭിക്കുന്ന കോളുകളിൽ എല്ലാ ദിവസവും നൂറുകണക്കിന് ആളുകൾ ആവശ്യപ്പെടാറുണ്ട്, ഈ മാത്യു കുഴൽനാടനെ പോലെയുള്ള മിടുക്കന്മാർ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആയിരുന്നുവെങ്കിൽ അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് ഇവനെയൊക്കെ മുൾമുനയിൽ നിർത്തുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്കൊന്നും ഇവർക്ക് ഒരിക്കലും ഉത്തരം തരുവാൻ സാധ്യമല്ല. ഇന്നും സുപ്രീം കോടതി വിജിലൻസ് അന്വേഷണം തള്ളിയെങ്കിലും ഇപ്പോഴും ഉയരുന്ന ഒരേ ഒരു ചോദ്യമുണ്ട്. ഓരോ ജനങ്ങളുടെ സാധാരണക്കാരൻ്റെ മനസ്സിലും ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. അതെന്താണ്? പിണറായി വിജയ,
CMRL എക്സാലോജിക്കിന് നൽകിയ ആ 1,71,00,000 രൂപ എന്ത് സേവനത്തിനാണ് നിങ്ങൾക്ക് നൽകിയത്? അറ്റ്ലീസ്റ്റ് ജനങ്ങളെങ്കിലും ഈ ചോദ്യം ചോദിക്കും. ഉത്തരം കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. അതുകൊണ്ട് അഡ്വക്കേറ്റ് മാത്യു കൊഴുന്താടന് ഒരു ബിഗ് സല്യൂട്ട്. ഈ വിഷയത്തെ ടേക്കപ്പ് ചെയ്യുകയും ഇതിനെ ചർച്ച ചെയ്യപ്പെടുകയും ഇതിനെ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുകയും ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ നമുക്ക് ശ്രദ്ധേയമായ പൊതുജനം ചർച്ച ചെയ്ത പൊതുജനങ്ങളുടെ മനസ്സിൽ ഈ 10 കൊല്ലത്തിനിടയ്ക്ക് അല്ലെങ്കിൽ ഈ 9.5 കൊല്ലത്തിനിടയ്ക്ക് ഓർത്തിരിക്കാവുന്ന ഒരേ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ മാത്യു കൊഴുന്താടൻ ഉയർത്തിക്കൊണ്ടുവന്ന ഈ CMRL എക്സാലോജിക് വിഷയമായിരുന്നു. അതിൻ്റെ ഔട്ട്കം എന്താ തന്നെ ആയിക്കോട്ടെ, വിജിലൻസ് അന്വേഷണം എന്ന ആവശ്യം സുപ്രീം കോടതി തള്ളിക്കളഞ്ഞാലും കേന്ദ്ര ഏജൻസികൾ ചാർജ് ഷീറ്റ് ചെയ്ത SFIO ഇതിനകത്ത് കൃത്യമായ ഒരു ഫ്രോഡലന്റ് ആക്ടിവിറ്റി നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ടുള്ള ഒരു കേസാണിത്. കേന്ദ്ര ഏജൻസികളുടെ പ്രിവ്യൂവിലുള്ള ഇപ്പോഴും നിരീക്ഷണത്തിലുള്ള അവരുടെ അന്വേഷണത്തിലുള്ള ഒരു കേസാണിത്. ഈ കേസ് തേച്ചുമായ്ച്ച് കളഞ്ഞിട്ടില്ല, കേസ് ഇല്ലാതായി പോയിട്ടില്ല, സ്റ്റിൽ ദെയർ. മുഖ്യമന്ത്രിക്കും 7 പേർക്കുമെതിരെയുള്ള ആ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ പർട്ടിക്കുലർ പരാതിയിൽ മാത്രമാണ് ഇപ്രകാരം ഒരു വിധി കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അല്ലാതെ ഈ CMRL വിഷയത്തിൽ മാത്യു കൊഴുന്താടന് ഒരു തിരിച്ചടിയും സംഭവിച്ചിട്ടില്ല. കാരണം അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ മാത്യു കൊഴുന്താടനെതിരെ ഇപ്പോൾ ഒരു ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്തതിനെ. എങ്ങനെ ഡിഫമേഷൻ ഫയൽ ചെയ്യാൻ സാധിക്കും? അദ്ദേഹത്തിനെതിരെ ഒരു ഡിഫമേഷൻ, ഒരു വക്കീൽ നോട്ടീസ് പോലും അയക്കുവാൻ ഇവർക്ക് സാധ്യമല്ല. കാരണം കൃത്യമായ ഈ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിക്ക് 1,71,00,000 രൂപ നൽകിയതായുള്ള രേഖകൾ അടക്കം ഉള്ളതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്രകാരം ഒരു വിഷയം അദ്ദേഹം ടേക്കപ്പ് ചെയ്യുകയും പാർട്ടി ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇത് ടേക്കപ്പ് ചെയ്യത്തില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു നിയമ പോരാട്ടം നടത്തുകയും ചെയ്ത്. എന്നാൽ വിഷമത്തോടെ പറയട്ടെ, ഈ കോൺഗ്രസ് പ്രസ്ഥാനം, ഈ കേക്കച്ചൻ എന്ന് പറയുന്ന അധമൻ, പിണറായിയുടെ അപ്പകഷ്ണം തിന്നുന്ന ഈ ഭൃത്യൻ, പിണറായിയുടെ ഇല വടിച്ചു നിൽക്കുന്ന, പിണറായിയുടെ കൊള്ളമുതലിന് പങ്കുപറ്റുന്ന ഈ നാണം കെട്ടവൻ, ഈ മാനം കെട്ടവൻ ഈ വിഷയത്തെ ടേക്കപ്പ് ചെയ്ത അഡ്വക്കേറ്റ് മാത്യു കൊഴുന്താടനെ യാതൊരു വിധത്തിലും സഹായിച്ചില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അദ്ദേഹത്തെ എൻ്റർടൈൻ ചെയ്യുകയല്ല, അദ്ദേഹത്തെ പിന്നിൽ നിന്ന് വലിക്കുകയും പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്തു. അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിച്ചു. അദ്ദേഹത്തിനെതിരെ പലതരത്തിലുള്ള നിയമ നടപടികളിലേക്കും അദ്ദേഹത്തെ പേഴ്സണലി അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പോലും ഈ പാർട്ടി ഒരു കാഴ്ചക്കാരൻ്റെ റോളിൽ നിന്നു. ഇതിൻ്റെ വല്ലം ആവശ്യമുണ്ടായിരുന്നു എന്ന് ചോദിച്ച്. കാരണം കരിമണൽ കർത്തയുടെ വലിയ കോടികൾ മേടിച്ച് നക്കിയവനാണ് ഈ കേക്കച്ചൻ. ഇതുപോലുള്ള കളങ്കിതർ നിൽക്കുമ്പോൾ നട്ടലുള്ള ബുദ്ധിയുള്ള ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ റോള് വഹിക്കുവാൻ കഴിവുള്ള ആളുകൾക്കൊന്നും ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുവാൻ സാധിക്കത്തില്ല. പക്ഷേ മാത്യു കൊഴുന്താടനെ പോലെയുള്ള ആ വ്യക്തി ഇന്നും പിടിച്ചു നിൽക്കുന്നത് അദ്ദേഹത്തിന് പറയാം, എനിക്ക് കൃത്യമായ ബോധ്യത്തിൻ്റെയും നിലപാടത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഞാൻ ഇപ്രകാരം ഒരു നടപടിയുമായി മുന്നോട്ട് പോയത്. കാരണം വെൽ സ്റ്റഡീഡാണ്, വിത്ത് ഡോക്യുമെൻ്റൽ എവിഡൻസുമുള്ള ഒരു വിഷയമാണ് അദ്ദേഹം ടേക്കപ്പ് ചെയ്തതും. ഒരു യാഥാർത്ഥ്യമുള്ള വലിയൊരു തീവട്ടിക്കൊള്ളയുടെ അതിൽ തന്നെ മൊഴിയുണ്ടല്ലോ. ഞങ്ങളിതുപോലെ പരിസര മലിനീകരണം നടത്തുന്ന ഒരു കമ്പനിയാണെന്നും ഈ കമ്പനി നടത്തണമെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഇവിടുത്തെ മാധ്യമങ്ങൾക്കും മാധ്യമവേശികൾക്കും പണം എറിഞ്ഞു കൊടുക്കണമെന്നും ഉള്ള ഒരു താരിഫ് ഇവിടെ ഉണ്ടെന്നും അതിനായാണ് ഞങ്ങൾ ഈ ഫണ്ട് കൊടുത്തതെന്നും കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ. അപ്രകാരം പണം വാങ്ങിയ ഇത്രയും വലിയ പരിസര മലിനീകരണം ഉണ്ടാക്കുന്ന, നമ്മുടെ നാടിനും പരിസ്ഥിതിക്കും ഇത്രയേറെ ദോഷമുണ്ടാക്കുന്ന ഈ തീവട്ടിക്കൊള്ളക്കാരന്, കരിമണൽ കർത്തയ്ക്ക്, സകല തീവട്ടിക്കൊള്ളയ്ക്കും ഒത്താശ ചെയ്ത് അവൻ്റെ കോടികൾ മേടിച്ച് നക്കിയ ഈ സതീശനെ എങ്ങനെ മാത്യു കൊഴുന്താടനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ജനങ്ങൾ മുറവിളി കൂട്ടേണ്ടുന്നത് കേരളത്തിനൊരു ഒരു പ്രതിപക്ഷ നേതാവിനെ ആവശ്യമാണ്. ഇന്ന് കേരളം ലാക്ക് ചെയ്യുന്ന, ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിൽ ഇവിടെ കൊള്ളാവുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഒരു പ്രതിപക്ഷം വേണം, ഒരു പ്രതിപക്ഷ നേതാവ് വേണം. ആ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടും യോഗ്യൻ എന്ന് പറയുന്നത് മാത്യു കൊഴുന്താടനെ പോലെയുള്ളവരാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല,
അദ്ദേഹം ഒരു അഭിഭാഷകനാണ്, നല്ലൊരു പൊതുപ്രവർത്തകനാണ്, സാമൂഹിക വിഷയങ്ങളിൽ നന്നായി ഇടപെടുകയും കൃത്യമായ ബോധ്യവും നിലപാടും അത് നന്നായി പ്രസൻറ്റ് ചെയ്യുവാനും കപ്പാസിറ്റി ഉള്ള ആളാണ്. മാത്യു കുഴൽനാടൻ്റെ പ്രസൻറ്റേഷൻ നിങ്ങൾ നോക്കുക, എത്ര മനോഹരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുവാനുള്ള കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, ബോധമുണ്ട്, ആ ഒരു അനലിറ്റിക്കൽ എബിലിറ്റി ഉണ്ട്. ഇതേപോലെയുള്ള കഴിവുള്ളവർ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നാൽ ഇയാളെപ്പോലെ മറ്റു കൂറപ്പണികളോ മറ്റുള്ള പണികൾക്കോ ഒന്നും ഇദ്ദേഹം എവിടെങ്കിലും ഒരു അനാവശ്യ കമൻറ്റുകളോ ഒരു നാസ്റ്റി ടോക്കോ ഒരു ലൂസ് ടോക്കോ ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കേട്ടിട്ടുണ്ടോ? വളരെ കൃത്യമായ വെൽ ആർട്ടിക്കുലേറ്റഡ്, കൃത്യമായ അളന്ന് മുറിച്ചുള്ള സംസാരം, വളരെ മാന്യവും കുലീനവുമായ പെരുമാറ്റം. അങ്ങനെയുള്ള മാന്യന്മാർ ഇവിടെ ഉള്ളപ്പോൾ എന്തിന് ഈ നെട്ടൂർ വായി നോക്കിയേ ഈ കേക്കച്ചനെ ചുമക്കണം? ഇവനെ ചുമക്കുന്നത് ചില ലോബികളുടെ ആവശ്യമാണ്. ബാംഗ്ലൂർ ലോബിയുടെ, കർണാടക ലോബിയുടെ ആവശ്യമാണ് ഈ കേക്കച്ചനെ പോലുള്ള ഒരു വിഴുപ്പിനെ ഇവിടെ ഇടുക എന്നുള്ളത്. എല്ലാത്തിൻ്റെയും ഒരു മാമ, എല്ലാ ഡീലുകളുടെയും ഇടയ്ക്ക് സെറ്റാക്കുന്ന ഒരു മാമ എന്ന് പറയുന്നത് പോലെ ഇവരുടെ എല്ലാം ഇടയ്ക്കുള്ള ഒരു മാമ, അതിന് മാമ എന്ന പദവി കൊടുത്ത് ഇയാളെ മാറ്റി നിർത്തുക. പക്ഷെ നമുക്ക് വേണം ഒരു നല്ല പ്രതിപക്ഷ നേതാവിനെ, മാത്യു കുഴൽനാടനെ പോലെയുള്ള. ഇത് മാത്യു കുഴൽനാടൻ്റെ പരാജയമൊന്നുമല്ല. ഇവിടെ സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ ആഘോഷം തുടങ്ങി, മാത്യു കുഴൽനാടന് തിരിച്ചടി. മാത്യു കുഴൽനാടനല്ല തിരിച്ചടി, ഇത് കോൺഗ്രസിനാണ് തിരിച്ചടി. കാരണം ഇതുപോലെ ഒരു വലിയ വിഷയം വന്നിട്ടും അത് ഏറ്റെടുക്കാതെ, അത് സഹിക്കാൻ വയ്യാതെ ഒരു പൊതുപ്രവർത്തകൻ, ഒരു സാമാജികൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെതായ നിലയിൽ അദ്ദേഹം ഒരു ടേക്കപ്പ് നിയമ പോരാട്ടം നടത്തി. അതിൻ്റെ ഒരു ഘട്ടത്തിൽ ഒരാവശ്യം എന്താണ്? ഇതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനായ എന്തിനു വേണ്ടിയാണ് ഈ പണം CMRL നിന്നും പിണറായി വിജയൻ്റെ മകളുടെ ഈ ഷെൽ കമ്പനിയിലേക്ക് വന്നത് എന്ന്, അതിനകത്ത് കൃത്യമായ ഫ്രോഡലൻ്റ് ആക്ടിവിറ്റി നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായതിനെ തുടർന്നാണ് ഇവർക്കെതിരെ, മുഖ്യമന്ത്രിക്കെതിരെയും 7 പേർക്കെതിരെയും വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് അദ്ദേഹം കോടതിയെ സമീപിച്ചത്. ആ ആവശ്യം ചില സാങ്കേതിക കാരണങ്ങളാൽ താൽക്കാലികമായി നിരാകരിച്ചു എന്ന് മാത്രം. പക്ഷേ ഈ കേസ് ഇവിടെ ഉണ്ട്. SFIO കുറ്റപത്രം സമർപ്പിച്ച ഒരു കേസാണിത്. അതിൻ്റെ ഔട്ട്കത്തിനായി നമുക്ക് കാത്തിരിക്കാം. അത് രാഷ്ട്രീയപരമായി അവിടെയാണ് രാഷ്ട്രീയം വന്നിരിക്കുന്നത്. ഇത് കൃത്യമായിട്ടും ഇതൊരു കൈക്കൂലിയാണെന്നും ഒരു ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഒരു ഉപകാരസ്മരണയായിരുന്നു എന്നും കൃത്യമായിട്ടും തെളിവുണ്ടായിരിക്കെ ആ പണം എന്തിനു മേടിച്ചു എന്ന്, ഇപ്പോൾ ഞാൻ ഒരാളോട് കൈക്കൂലിയായിട്ട് ഒരു 2 കോടി രൂപ മേടിച്ചു എങ്കിൽ അത് എന്തിനു മേടിച്ചു എന്ന് അനധികൃതമായി എൻ്റെ അക്കൗണ്ടിലേക്ക് പണം വന്നു, തെളിവുണ്ട്. അതെന്തിന് തന്നു എന്ന് തെളിവില്ല, എനിക്ക് തെളിയിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് അഴിമതിയല്ലേ, അത് കൈക്കൂലിയല്ലേ? അപ്രകാരം കൃത്യമായ എവിഡൻസ് ഉള്ള ഈ വിഷയത്തിൽ എന്തുകൊണ്ട് അതൊരു സാധാരണക്കാരനായിരുന്നെങ്കിലോ, ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നെങ്കിലോ, വേറെ ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകനായിരുന്നു ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്കാണ്, അദ്ദേഹത്തിൻ്റെ ആരുടെയെങ്കിലും മകളുടെ അക്കൗണ്ടിലേക്കാണ് 1,71,00,000 വന്നത്. അതെന്തിന് മേടിച്ചു എന്ന് പറയുവാൻ അവർക്ക് സാധിച്ചില്ലെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ്? അതല്ലേ ഇവിടെയും സംഭവിച്ചേക്കുന്നത്? പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകളും നിയമത്തിന് അതീതരാണോ? ഈ ചോദ്യമാണ് മാത്യു കുഴൽനാടൻ ചോദിക്കുവാൻ ശ്രമിക്കുന്നത്. ഇതെന്തിനു മേടിച്ചു എന്നുള്ള ഒരേ ഒരു ഉത്തരത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരേണ്ടുന്നത് നമുക്കറിയാം. ഈ കേക്കച്ചൻ ഇരിക്കുന്നിടത്തോളം കാലം ഈ കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യത്തില്ല. അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കേണ്ടുന്നത്, പിന്തുണ കൊടുക്കേണ്ടുന്നത് നമ്മുടെ ജനങ്ങളാണ്. ആ ജനങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത് ഇദ്ദേഹത്തെ പോലെയുള്ള ഒരു ആൾ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്ത് വന്നിരുന്നെങ്കിൽ, നിയമസഭയിൽ ഇതുപോലൊരു കരുത്തൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അത് സഫലമാകും, സാധ്യമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വിഷയത്തിൽ ഈ എക്സാലോജിക് CMRL വിഷയം ടേക്കപ്പ് ചെയ്ത് സുപ്രീം കോടതിയെ സമീപിച്ച അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടന് കേരളത്തിലെ സകല ജനങ്ങളുടെയും പിന്തുണ അറിയിക്കുന്നു. അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങൾ നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കൂ. ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ നമ്മൾ മിഷൻ 60 തുടരുകയാണ്. ഈ മിഷൻ 60യിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നീതി തേടിയുള്ള ഒരു ക്യാമ്പയിനാണ് നമ്മുടെ. അതോടൊപ്പം തന്നെ ഈ എക്സാലോജിക് CMRL വിഷയം ടേക്കപ്പ് ചെയ്ത ഈ മാത്യു കുഴൽനാടനെ, അദ്ദേഹത്തെയും ഈ കേക്കച്ചനും സംഘവും ഇനി ഒട്ടതിരിഞ്ഞ് ആക്രമിക്കുവാൻ ശ്രമിച്ചേക്കാം. സുപ്രീം കോടതിയിൽ
ഒരു വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന ഒരു നിലപാടെടുത്തു എന്നും പറഞ്ഞ് അദ്ദേഹത്തെ ആ നാമത്തിൽ ചിലപ്പോൾ ഒറ്റപ്പെടുത്തുവാൻ ഈ നാണം കെട്ടവൻ ശ്രമിച്ചേക്കാം. അതുകൊണ്ട് ജനങ്ങളെ നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കുക. ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ നിങ്ങളുടെ പ്രതികരണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുമായി പങ്കുവെക്കാം. അത് ഞങ്ങൾ ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്കായി ഞങ്ങൾ സംരക്ഷണം ചെയ്യുകയും ചെയ്യും. ഇനി നമുക്ക് മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളെ കാണുന്നത് കാണാം. അദ്ദേഹം ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടന് എന്താണ് പറയുവാനുള്ളത് എന്ന് നമുക്ക് ശ്രമിക്കാം ആ ദൃശ്യങ്ങളിലേക്ക്. ഞാൻ ഇതിനോടകം നമ്മൾ പലവട്ടം പല ആവർത്തി ചർച്ച ചെയ്തൊരു വിഷയമാണ്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട മാസപ്പടി വിഷയത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയം കോടതിയിൽ ഉന്നയിക്കുകയും അത് അഴിമതി നിരോധന നിയമപ്രകാരമാണ് ഉന്നയിക്കപ്പെടേണ്ടത് എന്ന ബോധ്യത്തിൽ നിന്നാണ് ഞാൻ അഴിമതി നിരോധന നിയമപ്രകാരം ഉള്ള വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഹർജി മൂവ് ചെയ്തത്. കീഴ്ക്കോടതിയിലും ഹൈക്കോടതിയിലും അവധി അനുകൂലമായിരുന്നില്ല. അത് അന്ന് ഞാൻ ജനങ്ങൾക്ക് നൽകിയ ഒരു വാക്കാണ്. ഈ കാര്യത്തിൽ എന്നാൽ കഴിയുന്ന പരമാവധി പോരാട്ടം നടത്തും. നിയമപരമായും രാഷ്ട്രീയപരമായും അഴിമതിക്കെതിരായ ഒരു വലിയ പോരാട്ടം സംസ്ഥാനത്തുണ്ടാകണമെന്ന് സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ രാഷ്ട്രീയപരമായും നിയമപരമായും പോരാട്ടം വേണം. ഞാൻ ഒരു MLA എന്ന നിലയിൽ രാഷ്ട്രീയപരമായി ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ എന്നാൽ കഴിയുന്നതുപോലെ പൊതുജന മധ്യത്തിൽ ഈ കാര്യങ്ങൾ തുറന്നു കാട്ടിയിരുന്നു. പക്ഷേ എന്നാൽ ജനങ്ങളുടെ ഉള്ളിലുള്ള ഒരു രാഷ്ട്രീയക്കാർ ഇതൊക്കെ പറഞ്ഞാലും ഇത് ഒരു ലോജിക്കൽ എൻഡിലേക്ക് കൊണ്ടുപോകുന്നതിൽ അവർ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. അല്ലെങ്കിൽ അത് ഈ പൊതുജനങ്ങളുടെ മുമ്പിൽ പറയുന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയക്കാരിൽ നിന്നും അല്ലെങ്കിൽ പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളൊരു പൊതുബോധം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു റെസ്പോൺസ് സമൂഹത്തിലുള്ള പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒരു അഭിഭാഷകൻ കൂടിയായ ഞാൻ ഇതിലൊരു നിയമ പോരാട്ടത്തിന് മുന്നിട്ടിറങ്ങിയത്. തീർച്ചയായിട്ടും എനിക്ക് ഉത്തമ ബോധ്യമുള്ള നിയമത്തിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് നിയമപരമായി നിലനിൽക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്ന രീതിയിലാണ് ഞാൻ കേസുമായി മുന്നോട്ട് പോയത്. ഇപ്പോൾ അത് സുപ്രീം കോടതിയിൽ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠത്തിന് മുന്നിൽ വരികയാണ്. എന്നാൽ കഴിയുന്ന പോലെ ആ കേസ് ഞങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. ഇതിൽ പലപ്പോഴും പല കോടതിയിൽ നിന്നുള്ള നിരീക്ഷണങ്ങളൊക്കെ അങ്ങക്കെതിരെ ആയുധമാക്കിയായിരുന്നു CPM ഒരു പരിധിവരെ. അതിനെ എങ്ങനെയാണ് കാണുന്നത്? കാരണം ഓരോ നിരീക്ഷണങ്ങൾ പോലും CPM അങ്ങക്കെതിരെ ആയുധമാക്കുന്ന കാഴ്ചയുണ്ടായിരുന്നു കേരളത്തിൽ. ആ നിലയ്ക്കുള്ള ഒരു അഡ്വൈസോ അല്ലെങ്കിൽ ഉപദേശമോ അല്ലെങ്കിൽ ഒക്കെ എനിക്കുണ്ടായിരുന്നു. അതായത് ഈ കേസിൽ നിയമപരമായ തിരിച്ചടി ഉണ്ടായാൽ തന്നെ വേട്ടയാടുന്ന സ്ഥിതി ഉണ്ടാവും. ഇതുവരെ നമ്മൾ കൊണ്ടുവന്ന കാര്യങ്ങളെ അത് വെച്ച് ഡിമോളിഷ് ചെയ്യാൻ ശ്രമിക്കുമെന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഭയന്ന് ഓടാൻ കഴിയില്ലല്ലോ. CPMൻ്റെ പ്രചരണങ്ങളിൽ ഭയന്ന് അല്ലെങ്കിൽ അവർ ഉണ്ടാക്കാൻ പോകുന്ന സൈബർ ബുള്ളിങ്ങിനെ ഭയന്ന് എനിക്ക് പിന്തിരിഞ്ഞോടാൻ കഴിയില്ല. ഇതൊരു പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാകും. പക്ഷേ എനിക്ക് നീതിയുടെ ഒരു എലിമെൻ്റ് എൻ്റെ ഒപ്പമുണ്ട്, അല്ലെങ്കിൽ സത്യത്തിൻ്റെ എലിമെൻ്റ് എന്നോടൊപ്പം ഉണ്ട്. അതാണ് എൻ്റെ കറേജും കൺവിക്ഷനും. അതുകൊണ്ട് ആ പോരാട്ടം തുടരുന്നു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഒരുപക്ഷെ CPM ഇതൊരു ആയുധമാക്കിയേക്കാം. ഈ നിലയ്ക്കുള്ളൊരു ഉപദേശം എനിക്ക് ലഭിച്ചിരുന്നു. ബട്ട് ഐ ഡിസൈഡഡ് ടു ടേക്ക് ദ റിസ്ക് ഓഫ് ഫൈറ്റിംഗ് ഇറ്റ്. എന്താണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്? എന്താണ് നമ്മുടെ കയ്യിലുള്ള ഒരു കരുത്ത് എന്ന് പറയാൻ പറ്റുന്നത്? കാരണം ഇങ്ങനെ തിരിച്ചടിക്കുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ടല്ലോ. ഇതിൻ്റെ അകത്ത് വളരെ ലളിതമായി, ഇപ്പോൾ കോടതിയിൽ വാദിക്കുന്നത് പോലെ അല്ലാതെ വളരെ ലളിതമായി ഒരു ലേമാൻ, ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന പോലെ പറയുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ അഡ്മിറ്റഡ് ആയിട്ട് ഈവൻ നിങ്ങൾ പോലും നിഷേധിക്കില്ലാത്ത ചില ഫാക്ട്സ് ഉണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ മകൾ പ്രത്യേകിച്ചൊരു സേവനവും നൽകാതെ കരിമണൽ കമ്പനിയിൽ നിന്നും 1,72,00,000 രൂപ ബാങ്ക് മുഖാന്തരം വാങ്ങിച്ചു. അത് വാങ്ങിച്ചത് അവർ ഡിനൈ ചെയ്തിട്ടില്ല, വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അവർ സേവനം നൽകിയെന്ന് അവകാശപ്പെട്ടിട്ടില്ല. സേവനം നൽകാതെ അവർ 1,72,00,000 രൂപ മേടിച്ചെന്നുള്ള അഡ്മിറ്റഡ് ഫാക്ട്സ് ആണ്, അൺഡിസ്പ്യൂട്ടഡ്, തർക്കമില്ലാത്ത ഫാക്റ്റാണ്. ഇതിൻ്റെ റെയ്ഡിൻ്റെ ഭാഗമായി CMRL കമ്പനിയോട് നിങ്ങളിങ്ങനെ കോടാനുകോടി രൂപ രാഷ്ട്രീയക്കാർക്കും മറ്റാളുകൾക്കും കൊടുത്തത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ കമ്പനി ഈ മലിനീകരണം ഉണ്ടാക്കുന്ന കമ്പനിയാണെന്നും ഞങ്ങൾക്ക് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാർക്കും പോലീസുകാർക്കും മാധ്യമങ്ങൾക്കും പണം കൊടുക്കണമെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ മറ്റുള്ളവർക്ക് കൊടുത്ത പണം, മറ്റുള്ള രാഷ്ട്രീയക്കാർക്ക് കൊടുത്തു എന്ന് പറയുന്ന പണം കടലാസിൽ എഴുതിയതാണ്, കുറിപ്പുള്ളൂ ഇതിൽ. പക്ഷേ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൊടുത്ത പണം അൺഡിസ്പ്യൂട്ടഡ് ആണ്. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ ഇതിൽ അഴിമതി ഉണ്ട് എന്നത് ഇതിനപ്പുറത്തേക്ക് ഇനി ഒരു പ്രൈമ ഫേസിയ കേസ് ഈസ് ദെയർ, നോ ഡൗട്ട്. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിൻ്റെ എന്തുമാത്രം ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നുള്ള അന്വേഷണം
അന്വേഷണം അനിവാര്യമാണ് എന്നതാണ് എൻ്റെ പോയിന്റ്. ഇതിപ്പോൾ ഒരു കോടതിക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ലീഗൽ ആസ്പെക്ട്സ് ആയിരിക്കും ബാധിക്കുന്നത്. പക്ഷെ ഒരു സാധാരണക്കാരുടെ മുമ്പിൽ ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര കൺവിക്ഷനോടുകൂടി ഈ കേസിൽ മുന്നോട്ട് പോയതെന്ന് പറയാൻ പറ്റുന്നത് ഇതുകൊണ്ടാണ്. ഇത് ഈവൻ വീണയോ അല്ലെങ്കിൽ ഇടതുപക്ഷമോ CPM മുഖ്യമന്ത്രിയോ നിഷേധിച്ചിട്ടില്ല. മകൾ പണം വാങ്ങിയെന്നും പ്രത്യേകിച്ച് സേവനവും നൽകിയിട്ടില്ല എന്നും ആ കമ്പനി പലർക്കും പണം നൽകിയത് അവരുടെ സുഗമമായ നടത്തിപ്പിനാണെന്ന് അവർ പറഞ്ഞത് അവരും നിഷേധിച്ചിട്ടില്ല. അതുമാത്രമല്ല, ഇന്ന് SFIO എന്ന് പറയുന്ന ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് അനധികൃതമായി പണമിടപാട് നടത്തിയതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ മകൾ ചാർജ് ഷീറ്റഡാണ്. ഇറ്റ് സ്റ്റേഡ് അതിൻ്റെ തുടർ നടപടികൾ കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിലും അന്വേഷണം നടത്തി അവർക്കെതിരെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും ഫാക്ട്സ്, ഗ്ലെയറിംഗ് ഫാക്ട്സ് നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തൊരു നിയമ പോരാട്ടം അനിവാര്യമായി വരുന്നത് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷമാണ് അധികാരത്തിലിരിക്കുന്നത്, മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. സ്വന്തം മകളോ താൻ ചെയ്ത കാര്യത്തിനെതിരെ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിക്കില്ല എന്നുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ധർമ്മവും ഉത്തരവാദിത്വവുമാണ് അത് നിയമപരമായി ടേക്കപ്പ് ചെയ്യുക, രാഷ്ട്രീയപരമായി ടേക്കപ്പ് ചെയ്യുക. രാഷ്ട്രീയപരമായി ടേക്കപ്പ് ചെയ്യാവുന്ന ഞങ്ങൾ ടേക്കപ്പ് ചെയ്തു. ജനങ്ങൾക്ക് ഇനി ആരെന്തു പറഞ്ഞാലും ജനങ്ങൾക്ക് ഈ കാര്യത്തിൽ ഉത്തമ ബോധ്യമുണ്ട്. ഇനിയിപ്പോൾ കോടതിയിൽ അത് കൊണ്ടുവരിക എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നത് ഒരു പൊതുപ്രവർത്തകൻ, ജനപ്രതി എന്ന നിലയിലും പ്രത്യേകിച്ച് ഒരു അഭിഭാഷകൻ കൂടിയായ ഞാൻ ആ നിയമ പോരാട്ടത്തിൽ മുന്നിട്ടിറങ്ങിയതിൽ തെറ്റുണ്ടെന്ന് ഞാൻ കാണുന്നില്ല. എന്തു തന്നെ ആയിരുന്നാലും ഐ വിൽ ഫേസ് ഇറ്റ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.